സർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയാണെന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അതേസമയം പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം സർക്കാർ സഹായം കൂടാതെ വിജയിച്ചതിനെ കുറിച്ചും അദ്ദേഹം പുകഴ്ത്തി പറയുന്നു. ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാലൂന്നി നിൽക്കുകയാണ് നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈ രണ്ട് വള്ളങ്ങളും തമ്മിൽ അടുക്കില്ല എന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാവി എന്തായിത്തീരും? വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയൻ അഴിച്ചു വിട്ടിരിക്കുക. കാരണം ഇനി വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് കാര്യങ്ങളെന്നുള്ള അതിന് വേണ്ട തിരക്കഥയും ഒക്കെ രചിച്ച് അത് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. ക്യാപ്സൂൾ കൊടുക്കുന്ന പോലെ. ഇത് കുറച്ചു നാളായി തുടങ്ങിയിട്ട് മലബാറിനെതിരെ പ്രസംഗിച്ചു. പിന്നെ അവിടെ ഞങ്ങൾക്ക് സ്കൂളില്ല, ഞങ്ങൾക്ക് കോളേജില്ല, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഭിന്നിപ്പും കാര്യങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പൊ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനും, പക്ഷെ അതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനും ഈ വെള്ളാപ്പള്ളിയെ വാഴ്ത്തുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന് ശേഷം കണ്ട വലിയ കുമാരനാശാനേക്കാളും വലിയ പിന്നെ SNDP യോഗത്തെ നയിക്കുന്ന അമരക്കാരൻ എന്നുള്ള വിശേഷണവും ഒക്കെ കൊടുത്ത് വെള്ളാപ്പള്ളിയെയും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമത്തില് വെള്ളാപ്പള്ളി വലിയ റോളാണ് വഹിച്ചത്. NSSന്റെ സുകുമാരൻ നായർ അങ്ങോട്ട് വന്നില്ല, പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് സംഗീത് കുമാർ അവിടെ വേദിയില് വെള്ളാപ്പള്ളിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ പിണറായി വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ എന്തിൽ വിശ്വാസിയാണ്? സാർ, ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. സാർ അങ്ങ് പറഞ്ഞല്ലോ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നുണ്ട്. പണ്ട് 2014-15 കാലത്ത് ഒരു നൗഷാദ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മാൻഹോളിൽ ഇറങ്ങി, ആ സംഭവം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞു. അന്ന് ഈ പിണറായി വിജയൻ എന്തൊക്കെയാണ്, അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി ആണ് എന്നാണ് തോന്നുന്നത്, അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്. അല്ല, അത് പിന്നെ മുസ്ലിം വോട്ട് കിട്ടണമല്ലോ, ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ നേടിയെടുക്കുന്നതിൽ സമർത്ഥനാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് ഏതെല്ലാം തരത്തില് LDFിലേക്ക് വോട്ട് കേന്ദ്രീകരിക്കാമെന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനാണ് അഴിച്ചു വിട്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി വിചാരിക്കുന്നത് പോലെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിന് ആള് കുറവാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏതാണ്ട് 7000 SNDP യോഗം ഉണ്ട്, 7000 ശാഖകളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ശാഖയിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവരായിരുന്നല്ലോ. 7000 പേരായി. അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാകുമല്ലോ. പോകട്ടെ, ചില ശാഖകളിലുള്ളവർക്ക് വരാൻ 5000 പേരെ 2000 പേര് 2000 പേര്. ഞാൻ അവിടെ ആകെ ഒരു 10 പേരെ കണ്ടു, വെള്ളാപ്പള്ളിയോടൊപ്പം സിൽബന്ദികളായിട്ട് വന്നത് മാത്രം. അല്ലാതെ ആരെയും ഞാൻ അവിടെ SNDPക്കാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളവരെയൊക്കെ തന്നെ നമുക്ക് എങ്ങനെ ഉള്ളവരാണ്, ഏത് വഴിയിലൂടെ വന്നവരാണെന്ന് നമുക്കറിയാം. സഹാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്നു, അത് വന്നു കയറിയപ്പോഴേ അറിയാവുന്ന സഹാക്കന്മാരുണ്ട്. ബാക്കി സഹാക്കന്മാരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ CPM സഹാക്കൾക്ക് പ്രത്യേക ഒരു ശരീരഭാഷയുണ്ട്. ബോഡി ലാംഗ്വേജ്. ആ ശരീരഭാഷ കാണുമ്പോഴേ നമുക്ക് അവരുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുകയാണ് CPM ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി അത് ചെയ്തില്ല? വെള്ളാപ്പള്ളി ഈ രണ്ട് വള്ളത്തിലും കാലൂന്നി നിൽക്കുന്ന ആളാണ്. കാരണം ഒരേ സമയം BJPയെയും സൂചിപ്പിക്കുന്നു, ഇപ്പുറത്ത് പിണറായി വിജയന് 2026 ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കോ, വെള്ളാപ്പള്ളി പിണറായി വിജയനെ ഈ നാവ് കൊണ്ട് എന്തെല്ലാം പറയുമെന്ന് നോക്കിക്കോ, എടുത്തിട്ട് അലക്കും പിണറായി വിജയനെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ
ഈ ഒരാൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ അവിശ്വാസമാണോ എന്നുള്ളത് നമുക്കത് ഈ ചക്കയൊന്നുമല്ല ചൂഴ്ന്നു നോക്കിയെടുക്കാൻ. പ്രശാന്ത് ഇപ്പൊ ഒരാള് നെറ്റിയിൽ നീണ്ട കുറി തൊട്ടിരിക്കുന്നു, ഭസ്മം തൊട്ടിരിക്കുന്നു എന്ന് വിചാരിച്ച അയാൾ ഭക്തനാണ് എന്ന് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ആ ഭക്തിയേക്കാൾ ഇഷ്ടം ചിലപ്പോൾ പണ്ട് ഗുരുവായൂരപ്പന്റെ കാര്യം പറഞ്ഞതുപോലെ മേൽപ്പത്തൂരിന്റെ ഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോ ഇനി അയ്യപ്പൻ തീർച്ചപ്പെടുത്തുക തിരിച്ച്. അതായത് വലിയ ഭക്തനേക്കാൾ എനിക്കിഷ്ടം വിപരീത ഭക്തി കാണിക്കുന്ന ആളാണെന്ന് ഇനി അങ്ങനെയാണെന്നോ അറിയത്തൂല്ല. അതൊക്കെ അയ്യപ്പന്റെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് പിന്നെ ശബരിമല തിരുമുറ്റത്ത് വരെ പിണറായി വിജയൻ എത്തി, ശ്രീകോവിലിന്റെ അടുക്ക വരെ എത്തി, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മനസ്സിൽ വണങ്ങുകയോ എന്തെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പാർട്ടി സമ്മേളനം നടക്കുന്ന അവസരത്തില് മധുരയില് പിണറായിയുടെ ഭാര്യയും മകളും കൂടെ ഒരു ക്ഷേത്ര ദർശനം നടത്തിയല്ലോ. അതൊക്കെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരിക്കും. കോടിയേരിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും പലരും കാടാമ്പുഴയില് പൂമൂടലുണ്ടായിരുന്നു. അവര് ഭക്തരാണ് ആണെന്ന്. കാടാമ്പുഴയില് ഇ.കെ. നായനാരുടെ ഭാര്യ ആളാണ്. വി.എസ്. അച്യുതാനന്ദന്റെ മകൻ എല്ലാ മലയാള മാസവും ശബരിമലയിൽ ദർശനം നടത്തും. സാർ, ശബരിമല ദർശനം നടത്തുന്നു മാത്രമല്ല, ഇപ്പൊ ഇതാ അച്ഛന് വേണ്ടി അദ്ദേഹം ബലികർമാദികൾ, ശ്രാദ്ധ ചടങ്ങുകളൊക്കെ ചെയ്യുന്നു. അത് എന്താ കുറ്റം പറയാൻ? അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്, വിശ്വാസമാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാതിരിക്കുന്നിടത്തോളം കാലം അതിനെ നമ്മൾ വളരെ അതിനെ ആദരിക്കുകയാണ്. പക്ഷെ ഇനിയിപ്പോ നമുക്ക് വെള്ളാപ്പള്ളിയോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇങ്ങനെ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ 2018 ശബരിമലയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ എന്തിനാണ് ഈ നീക്കം നടത്തിയത്? യുവതീ പ്രവേശനം. ആ യുവതീ പ്രവേശനത്തിലൂടെ എന്തായാലും വോട്ട് നേടാൻ പറ്റും. അവിടെയും ഒരു അഭിപ്രായം, ഭക്തരായ യുവതികളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാം. ഇത് രഹ്ന ഫാത്തിമയും എത്ര അയ്യപ്പ ഭക്തി ഉണ്ടെന്ന് നമുക്കറിയില്ല, അയ്യപ്പന് തന്നെ അറിയാം. എത്ര ഭക്തരായ പിന്നെ അവര് പോയി ഇവിടെ അല്ലേ? അപ്പൊ മനഃപൂർവ്വം ആ ശബരിമലയെ തകർക്കാനുള്ള കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് അതിനെയൊക്കെ കരുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പിന്നെ ശബരിമല യുവതികളെ പ്രവേശിപ്പിച്ചു എന്നുള്ള രീതിയിൽ വോട്ടൊന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഉദ്ദേശിച്ച ഒരു കാര്യവും നടന്നില്ല. വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീകളും ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദർശനം നടത്താൻ പോയിട്ടില്ല. അവര് ചെറുപ്പകാലത്ത് പോയിട്ടുണ്ടാകും. ഇനി അവര് ആ പിന്നെ അവര് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് അയ്യപ്പന് അവര് മനസ്സിൽ കാണുകയും പ്രാർത്ഥിക്കുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പിണറായി വിജയൻ വലിയ സൗകര്യമൊന്നും ഉണ്ടായി കൊടുക്കണ്ട. നവോത്ഥാന നായകൻ എന്നുള്ള ഇപ്പം ഇവിടെ ഇതിനകത്ത് എന്ത് നവോത്ഥാനമാണ്? എനിക്കൊരു നവോത്ഥാനമായിട്ടും തോന്നിയില്ല. നമ്മുടെ ശബരിമലയെയും അവിടെ വിശ്വാസികളായിട്ട് വന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെയും നേരെ ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. ഞാൻ ഇനി ഒരു കാര്യം പറയാം. പണ്ടേ ഉണ്ട് കേരളത്തിൽ ചിലർക്ക് ശബരിമലയെ തകർക്കണമെന്നുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഓർക്കുന്നുണ്ടോ? പി.ജെ. ജോസഫ് മന്ത്രിയായിരുന്നല്ലോ. അയ്യോ, നെഞ്ചത്തടിച്ച് കരയുകയാണ്, മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുമേ എന്നും പറഞ്ഞ് തമിഴ്നാടുമായിട്ട് വലിയ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം ഉണ്ടായി. അവിടുന്ന് ചരക്ക് നീക്കം ഇങ്ങോട്ടില്ലാതായി പോയി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പലർക്കും തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. ആ വർഷം ശബരിമലയിൽ മകരവിളക്കിന് വിജനമായിരുന്നു. നടവരവ് വളരെ കുറഞ്ഞു. അത് മാത്രമല്ല സാർ, ഇത് തീർത്ഥാടന കാലം ആകാറാകുമ്പോഴാണ് തുടങ്ങുന്നത്. ഒരു സെപ്റ്റംബർ അങ്ങോട്ട് ഓണം കഴിയണതും ഈ കന്നിമാസത്ത് ആവുമ്പോ ഇതങ്ങോട്ട് തുടങ്ങും. ഈ അടുത്ത തുലാം വരികയല്ലേ, മഴയാണ്. അപ്പൊ ഉടനെ പി.ജെ. ജോസഫും ചില ആൾക്കാരും കൂടെ അങ്ങോട്ട് രംഗത്തിറങ്ങും. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും, നിങ്ങൾ 3 ജില്ലകളെ വെച്ച് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങ് തുടങ്ങി. ഇത് അടുപ്പിച്ചൊരു 3-4 വർഷം ഇങ്ങനെ തുടർന്നു. ആദ്യമൊക്കെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ പിന്നെ മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കാതെ ശബരിമലയെ തകർക്കുക എന്നുള്ളത് ചില ഒരു കാലത്തെ അജണ്ടയാണ്. അതെ, ഇപ്പൊ നോക്കിയ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശബരിമലയും അയ്യപ്പനുമാണ്. ഈ ശബരിമലയിലൂടെ കേരളത്തിനുണ്ടാകുന്ന വരുമാനം ആലോചിക്കണം. വലിയ സംസ്ഥാന സർക്കാരിന് ഏതാണ്ട് 1500 കോടി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ഭക്തൻ മല കയറി ഇറങ്ങുമ്പോൾ 200 രൂപ ഖജനാവിലേക്ക് വരും. അങ്ങനെ തീർത്ഥാടന കാലവും അല്ലാതെയുള്ള സമയവും നോക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 300-350 കോടി രൂപ വരെ കിട്ടുന്നു. കേരളത്തിന്റെ വിപണിയിൽ എത്രായിരം കോടിയാണ്
ഈ വന്ന് മറിയുന്നതെന്ന് അറിയാമോ? കേരളത്തിലെ വിപണി മുഴുവൻ ഉണരുകയാണെന്ന്, ഇടത്താവളങ്ങൾ മുഴുവൻ ഏത് ഭാഗത്ത് നിന്നും വരുന്ന ആ ഒരു സമയത്ത്. അപ്പൊ എന്തായാലും ഇവരെല്ലാരും കൂടി ശബരിമലയെ ഇത്രയും പറഞ്ഞ് ശബരിമല ആഗോള ഇനിയും വലുതാകട്ടെ, ശബരിമല ആകട്ടെ, നമുക്ക് സന്തോഷം, ലോകം മുഴുവനും വ്യാപിക്കട്ടെ, അതിൻ്റെതായ സൗകര്യങ്ങളും സന്നിധാനത്ത് ഒരുക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ദർശന സൗകര്യം എല്ലാവർക്കും അവർ പറഞ്ഞ കാലത്ത്, ആ നിശ്ചിത കാലത്ത് പാരമ്പര്യമായിട്ട് നമ്മൾ എങ്ങനെ തുടർന്ന് വരുന്നോ ആ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ആ കാലത്ത് അവിടെ കൃത്യമായിട്ട് ഭക്തർക്ക്. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞതനുസരിച്ച് പിണറായി ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണ്ട, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, വോട്ടർമാർക്ക് അറിയേണ്ട കാര്യം. അദ്ദേഹത്തിന് കിട്ടിയ വിഗ്രഹം എവിടെ പോയി, എന്താ ഇതൊന്നും നമുക്കറിയത്തില്ല, എന്തായിരിക്കും നമുക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അയ്യപ്പനോട് കളിക്കാൻ പോയിട്ടുള്ളവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ പിന്നെ ശിക്ഷ വാങ്ങിയിട്ട് അവര് ഒതുങ്ങി നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് പിണറായി വിജയന് തുടങ്ങി വെള്ളാപ്പള്ളി രക്ഷകനായിട്ടൊന്നും അവതരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് ശബരിമലയാണിത്, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ്. അയ്യപ്പൻ ഏത് രീതിയിലാണെന്നുള്ളത് പ്രശാന്തിന് അറിയാം. തപസ്സിന്റെ പ്രതീകമാണ്, തപസ്സിന്റെ. അതാണ് അദ്ദേഹം ഘോര തപസ്സാണ്, താപസ വേഷധാരിയാണ്. അതെ, നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഘോര തപസ് ചെയ്യുന്ന അയ്യപ്പൻ. എന്ന് വെച്ചാല് അവിടെ ഈ തീർത്ഥാടന കാലമാകുമ്പോ അയ്യപ്പ വിഗ്രഹം അത് സമാധിയിൽ നിന്ന് ഉണർത്തും. അതെ, തിരിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചടങ്ങുകൾ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തതാണ് ഈ പടിപൂജയൊക്കെ. നമുക്കറിയാലോ. അതെ, അത്തരത്തിലുള്ള സവിശേഷമായ ചടങ്ങുകളാൽ വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ്, കാനന ക്ഷേത്രമാണ് ശബരിമല. ആ ക്ഷേത്രത്തിനെ തകർക്കാൻ, വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇനിയിപ്പോൾ 2026 പിണറായിക്ക് അധികാരം കിട്ടുന്നു എന്ന് വിചാരിക്കുക. പിണറായി ശബരിമലയുടെ നേരെ വലിയ വെല്ലുവിളിയായി ഉയർത്തും. ഭക്തർക്ക് വലിയ ഭീഷണിയാകും. ശബരിമലയെ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2026 അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പിന്നെ CPM-ന് പിന്നീട് ഒരു കാലത്തും കേരളത്തിൽ ഭരണമില്ല. കിട്ടിയാൽ ഇനി ഒരിക്കൽ കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ.